ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പൈഡർ വെയിൻ എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയാണ്. ഒരുപാട് പേർ മനസ്സിലാക്കുന്നത് ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ്. എന്നാൽ ഇതിനും അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതിൻ്റെ ലക്ഷണങ്ങളും എങ്ങനെ നമുക്കതിനെ തടുക്കാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എന്താണ് സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത്? നമ്മുടെ ത്വക്കിൻ്റെ തൊട്ടു താഴെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഉണ്ടാകാവുന്ന ചെറിയതും അതേപോലെ തന്നെ കേടായതുമായ രക്തക്കുഴലുകളെയാണ് കുഴലുകൾ തന്നെയാണ് നമ്മുടെ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ചുവപ്പ് അല്ലെങ്കിൽ നീല, പർപ്പിൾ എന്നീ കളറുകളിൽ നിറത്തിൽ നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നു. അത് വരകളായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇത് സ്പൈഡർ വെബിന്റെ, അതായത് നമ്മുടെ ചിലന്തി കൂട് കൂട്ടുമ്പോൾ കാണുന്ന ആ വെബിന്റെ രീതിയിലാണ് നമ്മുടെ കാലുകളിൽ, ചില സമയങ്ങളിൽ തുടകളിൽ, മുഖത്ത് ഒക്കെ കാണാറുണ്ട് ഈ ഒരു സ്പൈഡർ വെയിൻ എന്നുള്ളത്. ഇത് അത്ര അപകടകാരിയല്ല, വേരിക്കോസ് വെയിൻ പോലെ ഉപദ്രവിക്കില്ല എങ്കിലും ഇത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. എന്താണ് വേരിക്കോസ് വെയിനിന്റെയും അതേപോലെ നമ്മുടെ ഈ സ്പൈഡർ വെബ് പോലെയുള്ള ഈ ഒരു സ്പൈഡർ ഞരമ്പുകളുടെയും പ്രത്യേകത? വേരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ അത് നല്ലോണം പൊങ്ങി, അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ടുള്ളതും അതേപോലെ നല്ല വേദനിപ്പിക്കുന്നതുമാണ് വേരിക്കോസ് വെയിൻ എന്നുള്ളത്. പൊങ്ങി നിൽക്കുന്നു, അത് ശരീരത്തിൽ നിന്നും സ്കിന്നിൽ നിന്നും പൊങ്ങി നിൽക്കുന്നു. എന്നാൽ ഇത് വളരെ തിന്നാണ്, തിൻ വെയിൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ ഒരു സ്വെല്ലിങ്, പൊങ്ങി നിൽക്കലൊന്നും കാണാറില്ല. എന്നാലും ജനറലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും തന്നെ ഈ ഒരു വെയിനുകളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെയിനുകളുടെ ഒരു ദുർബലതയാണ് ഇത് കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ ശരിയായിട്ടുള്ള രക്തചംക്രമണം അത് കുറവായതുകൊണ്ട് തന്നെ, അതായത് ശരിക്കും ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന നമ്മുടെ രക്തം ശരിക്ക് പോകാതിരിക്കുകയും, അത് ചിലപ്പോൾ ആ രക്തക്കുഴലുകളുടെ വാൾവുകളായിരിക്കാം കാരണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ശരിയായിട്ട് പോകാതെ തങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമുക്ക് സ്പൈഡർ വെയിനുകൾ ഉണ്ടാകുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ഒരു നിൽക്കുക, കുറേ നേരം നിൽക്കുക, കുറേ നേരം ഇരിക്കുക, ഇങ്ങനെയുള്ള ഒരവസ്ഥ. നടക്കാതിരിക്കുക, തീരെ എക്സർസൈസ് ഇല്ലായ്മ, അതേപോലെ തന്നെ നമുക്ക് മോശമായ രക്തചംക്രമണം, ഹോർമോണൽ ഇംബാലൻസസ്, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെനപ്പോസിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹോർമോണിന്റെ ഇംബാലൻസസ്, അതേപോലെ തന്നെ ഈ നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ്, വെയിറ്റ് കൂടിയ ആളുകളിൽ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് ഒത്തിരി വ്യത്യാസപ്പെട്ട സമയങ്ങളിൽ നമുക്ക് എന്തുണ്ടാവാം, ഇങ്ങനെ വെരിക്കോസ് വെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഈ സ്പൈഡർ വെയിനിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാം. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവർ പെട്ടെന്ന് തടി വയ്ക്കുന്ന സമയത്തും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. പിന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആളുകളിലും ഇങ്ങനെ വെയിന് വളരെ പ്രോമിനന്റ് ആയിട്ട് കാണാറുണ്ട്. സാധാരണ ഇത് പ്രശ്നം ഉണ്ടാക്കാറില്ലെങ്കിലും ചില സമയങ്ങളിൽ ഇതിന് ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വേദന അല്ലെങ്കിൽ എന്താ പറയുക, ചൊറിച്ചിൽ, ഈ വെയിനുകളിലൂടെ ഒരു ചൊറിച്ചിൽ, പിന്നെ കാലിന് കഴപ്പ്, ക്ഷീണം, അത് പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് കാലിന് കഴപ്പും ക്ഷീണവും കാണാറുണ്ട്. ഇങ്ങനെ ചില സമയങ്ങളിൽ ഇത് കൂടി നിൽക്കുന്ന ഒരുപാട് സ്പൈഡർ വെബ്സ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ ഈ ബേണിംഗ് സെൻസേഷൻ, അതായത് ഒരു പുകയുന്ന പോലത്തെ ഒരു സെൻസേഷനും കാലിൽ ഉണ്ടാകാറുണ്ട്. കൂടുതലായിട്ട് ഇത് കാലിലാണ് കാണപ്പെടുന്നത്. മാത്രവുമല്ല ഇത് രാത്രിയിലാണ് ഏറ്റവും അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജനറലി ഇത് കാണുന്നത് കാലുകളിലും തുടകളിലും തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു 30 മിനിറ്റ് നേരം നടക്കാനായിട്ട്, എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കാലിൻ്റെ പ്രത്യേകമായിട്ടുള്ള എക്സർസൈസസ്, കിടന്നിട്ട് കാല് പൊക്കി വൃത്തം വരയ്ക്കുക, അല്ലെങ്കിൽ വിരലിൽ നിൽക്കുക, വിരലിൽ നടക്കുക, പിന്നെ അതേപോലെ തന്നെ കിടന്നുകൊണ്ടുള്ള കാല് പൊക്കിക്കൊണ്ടുള്ള എക്സർസൈസസ്, കാലിന് പ്രത്യേകമായിട്ടും അല്ലെങ്കിൽ കാഫ് മസിലിന് ആവശ്യത്തിനുള്ള എക്സർസൈസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ടെൻഡൻസി, അതായത് നമ്മുടെ രക്തയോട്ടം ബെറ്റർ ആക്കാനും മാത്രവുമല്ല നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതെ സൂക്ഷിക്കാനും കഴിയും. അത് മാത്രമല്ല ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ശരീരഭാരം ഹൈറ്റിനൊത്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ ഒഴിവാക്കുക. ഹൈ ഹീൽ ചെരുപ്പുകൾ, ഹീലിട്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സും അതേപോലെ വെയിറ്റ് ശരിയാക്കി വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മെഡിക്കലി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് പ്രകൃതിദത്തമായിട്ട് എന്തൊക്കെ ചെയ്യാം? പ്രധാനമായിട്ടും ചെയ്യാവുന്നത് തണുത്ത വെള്ളം കൊണ്ട് കാല് കഴുകുക. പിന്നെ അടിയിൽ നിന്നും, അതായത് നമ്മുടെ ആംഗിളിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് പതുക്കെ ഒഴിയുക. വളരെ സോഫ്റ്റ് ആയിട്ട്. വലിയ മസാജുകൾ, നല്ല ശക്തിയായിട്ടുള്ള മസാജുകൾ ഇതിന് ചെയ്യാൻ പാടില്ല, കാരണം ഇതിൽ വെയിൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ അത് രക്തയോട്ടം കൂട്ടുന്നു. പിന്നെ കുറേ നേരം ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഇരിക്കേണ്ട ഒരു കണ്ടീഷൻ ആണെങ്കിൽ കാല് പൊക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക, നല്ലതുപോലെ ഉറങ്ങുക, ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയത് കഴിക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം കുറയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല എന്നും ഇതിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാമെന്നും കരുതിയിട്ട് ഇന്നേ തന്നെ ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്